അഞ്ജു, തീർച്ചയായും ജനഹിത യാത്രയ്ക്ക് വളരെ ആവേശകരമായ ഒരു പ്രതികരണമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന മാവേലിക്കര മണ്ഡലത്തിൽ ലഭിക്കുന്നത്. മാവേലിക്കര മണ്ഡലത്തിന്റെ ആസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന മാവേലിക്കര ജംഗ്ഷൻ അല്ലെങ്കിൽ ടൗണിലെ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ജനഹിത വാഹനത്തിന് സമീപമുള്ള തിരക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ആവേശകരമായ ഒരു പ്രതികരണമാണ്. സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ, രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ, സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരാണ് ഈ ജനഹിത യാത്രയോട് വളരെയേറെ ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ യാത്രയിൽ പങ്കാളികളായിക്കൊണ്ട് ഈ യാത്ര അല്ലെങ്കിൽ അവരുടെ ഭാഗതയുദ്ധം ഈ ഒരു യാത്രയോട് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വളരെ സജീവമായ ഒരു സാന്നിധ്യമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ യാത്രയോട് ഉണ്ടായിരിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആൾക്കാർ തന്നെയാണ് നമ്മുടെ ഈ ജനഹിത യാത്രയോട് വളരെയേറെ ആമുഖ്യം പ്രകടിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും വളരെയേറെ സജീവമായ ഒരു സാന്നിധ്യം, അതോടൊപ്പം തന്നെ ഒരു പങ്കാളിത്തമായിരുന്നു, ഒരു പിന്തുണയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഈ കേരളത്തിന്റെ ഈ തെക്കൻ ജില്ലകൾ ഏകദേശം നമ്മൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. 5 ലോക്സഭാ മണ്ഡലങ്ങളാണ് നമ്മളിപ്പോൾ പൂർണ്ണമായും ജനഹിതം തേടിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ഇപ്പോഴും ഇനി ബാക്കിയുള്ളത് പത്തനംതിട്ട, മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലെ ഏതാനും ഭാഗങ്ങൾ കൂടി മാത്രമാണ്. ഇതുവരെയുള്ള ഒരു പ്രതികരണം വെച്ചിട്ട് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു മികച്ച പ്രതികരണം, ഒരു സത്യസന്ധമായ ഒരു പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ റിസൾട്ട് വളരെയേറെ അനുകൂലമായിരിക്കും. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതൊരു മാതൃകയാക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമായിരിക്കും അല്ലെങ്കിൽ ഒരു ഫലമായിരിക്കും ഈ ജനഹിത യാത്രയിൽ നമുക്ക് ലഭിക്കുക എന്ന് മനസ്സിലാക്കാൻ കഴിയും. അഞ്ജു.